Welcome to Ehela's Tuition. Preferences of the consumer. The budget set consisting of all bundles that are available to the consumer. ഒരു കൺസ്യൂമറിന് എന്തൊക്കെ ബണ്ടിൽസ് വേണോ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ബഡ്ജറ്റ് സെറ്റ്. ദ കൺസ്യൂമർ ക്യാൻ ചൂസ് ഹെർ കൺസപ്ഷൻ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. ഓരോ കൺസ്യൂമറിനും അവനെന്താണ് ആവശ്യം എന്നുള്ളത് ബഡ്ജറ്റ് സെറ്റിൽ നിന്ന് അവൻ തന്നെ തിരഞ്ഞെടുക്കണം. But on what basis does she choose her consumption bundle from the ones that are available to her? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്നൊക്കെ ഏതാണ് അവൻ ചൂസ് ചെയ്യുക? In economics, it is assumed that the consumer chooses her consumption bundle on the basis of her taste and preferences over the bundles in the budget set. നമുക്കറിയാം എക്കണോമിക്സിലും പറയുന്നത് ഒരു കൺസ്യൂമർ അവൻ ആവശ്യമുള്ള ബഡ്ജറ്റ് സെറ്റ് സെലക്ട് ചെയ്യുന്നത് അവൻ്റെ പ്രിഫറൻസസിനും അവൻ്റെ ടേസ്റ്റസിനൊക്കെ അനുസരിച്ചിട്ടാണ് അവൻ്റെ ബഡ്ജറ്റ് സെറ്റ് തിരഞ്ഞെടുക്കുന്നത്. It is generally assumed that the consumer has a well-defined preferences to set of all possible bundles. She can compare any two bundles. In other words, between any two bundles, she either preferences one to the other or she is indifferent to the two. Furthermore, it is assumed that the consumer can rank off the bundles in order to have preferences over them. അപ്പോൾ ഏതൊക്കെയാണ് ബണ്ടിൽസ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് അവന് താല്പര്യമുള്ള ബണ്ടിൽസ് അവൻ സെലക്ട് ചെയ്യും. അപ്പോൾ അവന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ബണ്ടിലാണ് അവൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിലൊക്കെ അവൻ റാങ്ക് ചെയ്തിട്ട് അവൻ്റെ പ്രിഫറൻസസിനനുസരിച്ചിട്ട് അവനതെടുക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ കൺസ്യൂമർ ഓഫ് എക്സാമ്പിൾ 2.1. സപ്പോസ് the preferences of the consumer over the set of bundles that are available to her as follows. അവൻ അവൈലബിൾ ആയിട്ടുള്ള പ്രിഫറൻസസ്, ദ കൺസ്യൂമർ മോസ്റ്റ് പ്രിഫേർഡ് ബണ്ടിൽ. ഒരു കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബണ്ടിൽ 2.2 ആണ്. ഷീ ഈസ് ഇൻഡിഫറൻറ്റ് ടു 1.3 ആൻഡ് 3.1. ഷീ പ്രിഫേഴ്സ് ബോത്ത് ദീസ് ബണ്ടിൽസ് കമ്പയർ ടു എനി അതർ ബണ്ടിൽസ് എക്സെപ്റ്റ് 2.2. അപ്പോൾ അവന് കിട്ടിയ ബണ്ടിൽ 2.2 ആണെങ്കിൽ പിന്നെയുള്ള ബണ്ടിൽ 1.3 ആയാലും 3.1 ആയാലും അവൻ രണ്ടും ഒരുപോലെ തന്നെയാണ് സെലക്ട് ചെയ്യുക. 1.2 ആയാലും 2.1 ആയാലും അതും ഒരേപോലെ തന്നെയാണ് സെലക്ട് ചെയ്യുക. അതേപോലെ ഷീ പ്രിഫേഴ്സ് ബോത്ത് ദിസ് ബണ്ടിൽസ് കമ്പയർ ടു എനി അതർ ബണ്ടിൽസ് എക്സെപ്റ്റ് 2.2, 1.3, 3.1. അപ്പം അവൻ ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള ബണ്ടിൽ 2.2 ആണ്. പിന്നെ അവന് പ്രിഫറബിൾ ആയിട്ടുള്ള ബണ്ടിൽ 1.3, 3.1 ആണ്. അതിനുശേഷം മാത്രമാണ് അവന് പ്രിഫറബിൾ ആയിട്ടുള്ള ബണ്ടിൽ 1.2, 2.1 ആവുന്നത്. കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ടു എനി ബണ്ടിൽ വിച്ച് ഈസ് ഓൺലി വൺ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ബണ്ടിൽ 0.0. ഇനി അതിനുശേഷം ഏതെങ്കിലും, ഇപ്പം നമ്മൾ 2.1 എടുത്തു, അതിനുശേഷം 0.1, 1.0 അതും അതിനുശേഷം വരുന്ന റാങ്കാണ്. അതിനുശേഷമാണ് 0.0 വരുന്നത്. ദ ബണ്ടിൽസ് ദാറ്റ് ആർ available to the consumer can be ranked from the best to the least preferred according to the preference. അപ്പം ഏറ്റവും നല്ലതിൽ നിന്ന് നല്ലതനുസരിച്ച് അവൻ്റെ പ്രിഫറൻസസിനനുസരിച്ച് റാങ്ക് ചെയ്യും. ആദ്യം 2.2 വരും, പിന്നെ 1.3, 3.1 ആണ് അവൻ സെക്കൻഡ് റാങ്കിങ് കൊടുക്കുന്നത്. 1.2, 2.1 പിന്നെ തേർഡ് റാങ്കിങ് കൊടുക്കും. 1.1 ഫോർത്ത് റാങ്കിങ്, അവസാനം ഇങ്ങനെ ഫിഫ്ത്ത് റാങ്കിങ് കൊടുക്കും. ഇനി മോണോടോണിക് പ്രിഫറൻസസ് എന്താണെന്ന് നോക്കാം. Consumers' preferences are assumed to be such that between any two bundles, നമുക്കിപ്പോൾ 2 ബണ്ടിൽസ് ഉണ്ട്, X1, X2, Y1, Y2. അതിൽ ഏതാണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യാൻ നോക്കാം. If X1, X2 has more of at least one of the goods and no less of the other goods as compared to Y1, Y2. ഇപ്പോൾ Y1, Y2നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് X1, X2ൽ ഏതോ ഒരു ഗുഡ്സ് കൂടുതലാണ്, പക്ഷെ കുറവൊന്നുമില്ല. ദ കൺസ്യൂമർ പ്രിഫേഴ്സ് X1, X2 to Y1, Y2. അപ്പം ഗുഡ്സ് ഏതിലാണോ കൂടുതലുള്ളത് അതാണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുക. അപ്പോൾ പ്രിഫറൻസസ് ഓഫ് ദിസ് കൈൻഡ് ആർ കോൾഡ് മോണോടോണിക് പ്രിഫറൻസസ്. ദിസ് കൺസ്യൂമർ പ്രിഫറൻസസ് ആർ മോണോടോണിക് if and only if any two bundles, the consumer prefers the bundle which has more of at least one of the goods and no less of the other goods as compared to the other bundle. അപ്പം കൂടുതൽ ഗുഡ്സ് ഏതിലാണോ ഉള്ളത്, വേറൊരു ബണ്ടിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതിലാണോ ഗുഡ്സ് കൂടുതലുള്ളത് അത് പ്രിഫർ ചെയ്യുന്ന പ്രിഫറൻസസിനെയാണ് നമ്മൾ മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. 2.2 എന്ന് പറഞ്ഞൊരു ബണ്ടിലുണ്ട്. അത് 1.1 എന്ന് പറയുന്നതിനേക്കാളും രണ്ട് ഗുഡ്സിലും ഓരോന്ന് കൂടുതലാണ്. അപ്പോൾ ഇതിൽ മോണോടോണിക് പ്രിഫറൻസ് 2.2 വരും. ബട്ട് മോർ ദാൻ 2 കമ്പയർ ടു ദ ബണ്ടിൽ 2.1. ഇനി ഇറ്റ് ഹാസ് ഈക്വൽ എമൗണ്ട് ഓഫ് ഗുഡ് 1 ബട്ട് മോർ ഓഫ് good 2 compared to the bundle 2.1. ഇതിൽ
ആൻഡ് കമ്പയർ ടു 1-2. ഇറ്റ് ഹാസ് മോർ. ഈ 2-1ഉം 1-2 നോക്കുന്ന സമയത്ത് ഗുഡ്സിൻ്റെ എമൗണ്ട് ഈക്വൽ ആണ്, പക്ഷേങ്കിൽ 2-1ൽ ഗുഡ് 1 കൂടുതലാണ്. ഇവിടെ ഗുഡ് 1 1 മാത്രമേ ഉള്ളൂ, ഇവിടെ ഗുഡ് 2 കുറവാണ്. ഇഫ് ഇറ്റ് ഹാസ് മോർ ഓഫ് ഗുഡ് 1 ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ഗുഡ് 2, if the consumer has monotonic preferences, she would prefer the bundle 2-2 to all 3 bundles 1-1, 2-1, 1-2. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽ 2-2, 1-1, 2-1, 1-2 ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽ ഉണ്ടെങ്കിൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുക ഏറ്റവും കൂടുതൽ ഗുഡ്സ് എവിടെയാണോ കിട്ടുന്നത് അതാണ് പ്രിഫർ ചെയ്യുക. അങ്ങനെയുള്ള ആ പ്രിഫറൻസിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ്സ്. Consider 2 bundles such that one bundle has more of the first good as compared to the other bundle. നമ്മൾ 2 ബണ്ടിൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബണ്ടിൽസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗുഡ് രണ്ടാമത്തെ ഗുഡിനേക്കാളും കൂടുതലാണ്. ഇഫ് ദ കൺസ്യൂമർ പ്രിഫറൻസസ് ആർ മോണോട്ടോണിക്, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസസ് മോണോട്ടോണിക് ആണ്. ദീസ് 2 ബണ്ടിൽസ് ക്യാൻ ബി ഇൻഡിഫറൻറ്റ് ഓൺലി ഇഫ് ദ ബണ്ടിൽസ് ഹാവിങ് മോർ ഓഫ് ദ ഫസ്റ്റ് ഗുഡ് ഹാസ് ലെസ് ഓഫ് ഗുഡ് 2 ആസ് കമ്പയർ ടു ദ അതർ ബണ്ടിൽ. അപ്പോൾ ഈ കൺസ്യൂമറിന് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബണ്ടിൽ നിന്നും ഗുഡ് 1 കൂടുതലുള്ളതാണ് അവൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സപ്പോസ് എ കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ 2 ബണ്ടിൽസ്. 2 ബണ്ടിൽസ് ഉണ്ട് അവൻ്റെ കയ്യിൽ. x1 x2 ഉണ്ട്, x1 പ്ലസ് ഡെൽറ്റ x1, x2 പ്ലസ് ഡെൽറ്റ x2 ഇങ്ങനെ 2 ബണ്ടിലാണുള്ളത്. Monotonically of preferences implies that if delta x1 greater than 0, then delta x2 less than 0. ഇപ്പോൾ ഉള്ള പ്രിഫറൻസിൽ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്, ഡെൽറ്റ x2 ഡിക്രീസ് ആണ്. ആൻഡ് ഇഫ് ഡെൽറ്റ x1 അല്ലെങ്കിൽ ഡെൽറ്റ x1 ഒന്ന് കുറയും, അല്ലെങ്കിൽ ഡെൽറ്റ x2 കൂടും. If the consumer can move from x1 x2 to x1 plus delta x1, x2 plus delta x2 by substituting one good for the other. അപ്പോൾ അവൻ ഈ 2 ബണ്ടിലിൽ നിന്ന് ഒന്നുകിൽ അവന് x1 കൂടുതലുള്ള ബണ്ടിൽ പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ x2 കൂടുതലുള്ള ബണ്ടിൽസ് പ്രിഫർ ചെയ്യാം. അപ്പോൾ ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ് 2 ആൻഡ് ഗുഡ് 1 ഈസ് ഗിവൻ ബൈ ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. അപ്പോൾ ഈ x1ൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 ആണ്. ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് 2 that the consumer is willing to give up for an extra unit of good 1. അപ്പോൾ ഈ ഒരു ബണ്ടിൽ നിന്ന് x1 x2 എന്നുള്ള ബണ്ടിലിൽ നിന്ന് x1 പ്ലസ് ഡെൽറ്റ x1 അല്ലെങ്കിൽ x2 പ്ലസ് ഡെൽറ്റ x2ലേക്ക് പോകുന്ന സമയത്ത് അവന് ഒരു എക്സ്ട്രാ ഒരു ഗുഡും കൂടെ വേണം. അപ്പോൾ ആ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ rate of substitution is the amount of good 2 that the consumer is willing to give up for an extra unit of good 1. അപ്പോൾ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് 1 ഗുഡ് 1ന് പകരം ഗുഡ് 2 സബ്സ്റ്റിറ്റ്യൂട്ട്, 2 ഗുഡ് 1 ഉണ്ട് ഗുഡ് 2 ഉണ്ട്. അപ്പോൾ അവന് ഗുഡ് 2 ആണ് കൂടുതൽ വേണ്ടതെങ്കിൽ അവൻ എന്താക്കും, ഗുഡ് 1 ഒഴിവാക്കും, ഗുഡ് 1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗുഡ് 2 തന്നെ കൊണ്ടുവരും. It measures that the consumer willing to pay for a good 1 in terms of good 2. Thus, the rate of substitution between the two goods captures a very important aspects to the consumer preferences. അപ്പം റേറ്റ് കൺസ്യൂമറെ പ്രിഫർ ചെയ്യുന്നതിന് ഒരു വലിയൊരു ആസ്പെക്റ്റ് തന്നെയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ ഒരു ബണ്ടിലിൽ നിന്ന് വേറൊരു ബണ്ടിലിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിലെ എമൗണ്ട് x1 ഡെൽറ്റ x1 ആവണോ അല്ല x2 പ്ലസ് x2 ഡെൽറ്റ x2 ആവണോ എന്ന് തീരുമാനിക്കുന്നത് മെയിനായിട്ടുള്ള ഒരു ഘടകം അതിൻ്റെ റേറ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ കൺസ്യൂമേഴ്സ് ഇൻഡിഫറൻറ്റ് ബണ്ടിൽസ് 1-2 ആൻഡ് 2-1. അറ്റ് 1-2 ദ കൺസ്യൂമേഴ്സ് വില്ലിംഗ് ടു ഗിവ് അപ്പ് 1 യൂണിറ്റ് ഓഫ് ഗുഡ് 2. 2 ഉണ്ട്, 1-2 ഉണ്ട്, 2-1 ഉണ്ട്, 1-2 ഉണ്ട്, 2-1 ഉണ്ട്. അപ്പം ഇവൻ 1-2 ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഒരു 1 യൂണിറ്റ് ഓഫ് ഗുഡ് 1 ഒഴിവാക്കും. ഇനി 2-1 ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ 1 യൂണിറ്റ് ഓഫ് ഗുഡ് 2 ഒഴിവാക്കും. അപ്പം അതിനനുസരിച്ചുള്ള എക്സ്ട്രാ കോസ്റ്റും വരും. Diminishing rate of substitution. The consumer's preferences are assumed to be such that she has more of good 1 and less of good 2. The amount of good 2 that she would be willing to give up for an additional unit of good 1 would go down. The consumer's willingness to pay for good 1 in terms of good 2 would go on declining as she has more and more of
good one. In other words, as the amount of good one increases, the rate of substitution between good 2 and good 1 diminishes. Preferences of this kind are called convex preferences. അപ്പോൾ ഡിമിനിഷിങ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം നമ്മുടെ ബഡ്ജറ്റ് സെറ്റിൽ 2 പ്രോഡക്റ്റ്സ് ഉണ്ട്, ഗുഡ് വണ്ണും ഗുഡ് ടു. കൺസ്യൂമറിന് കൂടുതലായിട്ട് വേണ്ടത് ഗുഡ് വൺ ആണ്. അപ്പോൾ അവൻ കൂടുതൽ ഗുഡ് വൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ടുവിൻ്റെ എമൗണ്ട് കുറച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് ഡിമിനിഷിങ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. The consumer willing to pay for good one in terms of good two would go declining as she has more. അവൻ എത്രത്തോളം ഗുഡ് വൺ വേണോ അതിനനുസരിച്ച് ഗുഡ് ടു അവൻ കുറച്ചുകൊണ്ടേയിരിക്കും. The amount of good one increases, the rate of substitution between good two and good one diminishes. ഗുഡ് വൺ കൂടുന്ന സമയത്ത് ഗുഡ് ടുവിൻ്റെ റേറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത് ഇൻഡിഫറൻസ് കർവ്. The consumer preference to the set of available bundles can often be represented grammatically. അപ്പോൾ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസസ് ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ബണ്ടിൽസിൽ ഏതാണോ പ്രിഫറൻസ് കൂടുതൽ അത് നമുക്ക് ഒരു ഗ്രാഫിക്കലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. We have already seen that the bundles available to the consumer can be plotted as a point in a 2-dimensional diagram വരച്ചിട്ടുണ്ട്. The point representing bundles which are considered indifferent by the consumer can generally be joined to obtain a curve like a 1 in the figure. നമുക്ക് ഒരു ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ് കിട്ടുക. ഗുഡ് 2 ഉണ്ട്, ഗുഡ് 1 ഉണ്ട്. Such a curve joining all points representing bundles among which the consumer is indifferent is called an indifference curve. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻഡിഫറൻസിനനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന കർവിനെയാണ് കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് നോക്ക്, ഇതൊരു ഇൻഡിഫറൻസ് കർവാണ്. ഈ പോയിന്റ് എ ബി ഒക്കെ ഇൻഡിഫറൻസ് കർവിൽ വരുന്നതാണ്. ഇപ്പോൾ ഇൻഡിഫറൻസ് കർവിൽ ഇപ്പോൾ ഗുഡ് 2 കൂടുതലാണെങ്കിൽ ഗുഡ് 1 കുറവായിരിക്കും. അതേപോലെ ഗുഡ് 1 കൂടുതലാണെങ്കിൽ ഗുഡ് 2ൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡിഫറൻസ് കർവിലുള്ളതായിരിക്കില്ല പ്രിഫേർഡ് ബണ്ടിൽ വരാം. ഇപ്പോൾ പ്രിഫേർഡ് ബണ്ടിൽ വരുന്നത് ഈ പോയിന്റ് സി ആണ് പ്രിഫേർഡ് ബണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് സി എന്ന് പറയുന്നത് ഗുഡ് 1-നേക്കാളും എക്സ്ട്രാ കൂടുതലാണ്, അതുപോലെ ഗുഡ് 2-നേക്കാളും കൂടുതലാണ്. ഒരു എമൗണ്ട് കൂടുതലായിട്ടുള്ളതാണ് സാധാരണ കൺസ്യൂമർ മോണോട്ടോണിക്കലി പ്രിഫർ ചെയ്യുന്ന ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പം ഇൻഡിഫറൻസ് കർവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിഫേർഡ് ബണ്ടിൽസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഷേപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് ഇതേപോലുള്ള ഷേപ്പിലാണ് വരാം. ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വന്നിട്ടുണ്ടാവും, ഇങ്ങനെ ചെരിഞ്ഞിട്ട്. അപ്പോൾ the rate of substitution and the slope of indifference curve. Think of any 2 points x1, x2 and x1 plus delta x1 or x2 plus delta x2 on the difference curve. Consider a movement from x1, x2 to x1 plus delta x1 along the indifference curve. The slope of the straight line joining these 2 points gives the change in the amount of good 2 corresponding to the unit. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരക്കാം. x1 എന്ന് x1 plus delta x2 ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ സ്ലോപ്പിനനുസരിച്ച് എത്ര വാല്യൂവിൽ ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. The rate of substitution between good 2 and good 1 is called marginal rate of substitution. അപ്പോൾ ഗുഡ് 2 ഗുഡ് 1-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ് 1 ഗുഡ് 2-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആ ചെയ്യുന്ന ആ റേറ്റിന് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. If the preferences are monotonic, an increase in the amount of good one along the indifference. ഇനി മോണോട്ടോണിക് ആണെങ്കിൽ നമ്മൾ എന്താക്കുക, ഏത് പ്രൊഡക്റ്റിനാണോ കൂടുതൽ നമ്പറിൽ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങാം. അലോങ് വിത്ത് ഗുഡ് 1ഉം ഗുഡ് 2 ഉണ്ടെങ്കിൽ ഗുഡ് 1-നാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ഗുഡ് 2 കുറവുള്ളത് എടുക്കും, ഗുഡ് 1 കൂടുതലുള്ളത് എടുക്കും. അപ്പം ദിസ് സിംപ്ലൈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് നെഗറ്റീവ്. അങ്ങനെ ആകുന്ന സമയത്ത് മോണോട്ടോണിക് ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. This monotonically of preferences implies that the indifference curves are downward sloping. അപ്പോൾ അങ്ങനെ മോണോട്ടോണിക് പ്രിഫറൻസ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഈ ചിത്രം സ്ലോപ്പിംഗ് ഇങ്ങനെ ഡൗൺവേർഡ്സിലാണ് ഉണ്ടാവുക. ഇത് നെഗറ്റീവ് സ്ലോപ്പാണ് വരുന്നത്. ഇനി ഫിഗർ 2.8 ഇല്ലുസ്ട്രേറ്റ് ആൻ ഇൻഡിഫറൻസ് കർവ് വിത്ത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്ന ഒരു ഗ്രാഫാണ് ഈ വരച്ചിട്ടുള്ളത്. എമൗണ്ട് ഓഫ് ഗുഡ് 2 the consumer is willing to give up an extra unit of good 1 declines as the consumer has more and more of good 1. കൺസ്യൂമറിന് ഗുഡ് 1 ആണ് കൂടുതൽ വേണ്ടതെങ്കിൽ ഉണ്ടാക്കും ഓരോ യൂണിറ്റ് ഗുഡ് 2 ഇങ്ങനെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും.
ഇനി ഇൻഡിഫറൻസ് മാപ്പ്. കൺസ്യൂമേഴ്സിന് കുറേ അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽ ഉണ്ടാവും. അപ്പോൾ ആ ബണ്ടിൽസിനെല്ലാം നമ്മൾ അതിൻ്റെയൊക്കെ ഇൻഡിഫറൻസ് കർവ് വരച്ചാൽ നമുക്ക് കിട്ടുന്നതിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. Family of indifference curve. The arrow indicates the bundles on higher indifference curves are preferred by the consumer to the bundles on lower indifference curves. അപ്പോൾ ഈ ആരോയിലുള്ളത് നമുക്ക് എന്താ മനസ്സിലാവുക? ഹയർ ഇൻഡിഫറൻസ് കർവ് ഉള്ളതാണ് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. Utility. Often it is possible to represent preferences by assigning number to bundle in a way such that the ranking of bundles is preserved. Preserving the ranking would require assigning the same number to indifferent bundles and higher numbers to be preferred bundles. നമ്മളിപ്പോൾ പറഞ്ഞത് കൂടുതൽ നമ്പേഴ്സ് ആയിരിക്കാണ് കൂടുതൽ, അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. The numbers thus assigned to the bundles are called the utilities of the bundles. അപ്പം numbers thus assigned to the bundles, ഓരോ ബണ്ടിൽസിന് കൊടുത്തിട്ടുള്ള നമ്പറിനെയാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. And the representation of preference in terms of utility number is called a utility function or a utility representation. ആ യൂട്ടിലിറ്റി നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. This utility function assigns a number to each and every available bundle in a way such that എല്ലാ ബണ്ടിൽസിനും നമ്മൾ യൂട്ടിലിറ്റി നമ്പറും കൊടുക്കും. അതിനനുസരിച്ചിട്ട് യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷനും ഉണ്ടാവും. The preferred bundle gets assigned a higher utility number, and if the two bundles are indifferent, they are assigned the same utility number. അപ്പം നമ്മൾ റാങ്ക് ചെയ്യുന്ന പോലെ തന്നെ കൂടുതൽ ഏതിനാണോ പ്രിഫറൻസ് അതിനനുസരിച്ചിട്ട് യൂട്ടിലിറ്റി നമ്പറിന് ഹയർ നമ്പർ കൊടുക്കും. Bundles of two goods, 2. It is important to note that the preferences are basic and utility number merely represent the same preferences can many different utility representation. Table 2.2 represent two different utility representation U1, U2. ഇപ്പോൾ ബണ്ടിൽസ് ഒരുപാടുണ്ട്, പക്ഷെ ബണ്ടിൽസ് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല യൂട്ടിലിറ്റി ചെയ്യുന്നത്. ചിലർ അതിനനുസരിച്ച് നമ്മളിവിടെ 2 യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2 യൂട്ടിലിറ്റി 1 5 കൊടുക്കും. ഇത് 40 ആയിരിക്കും. ഇത് 1331 ആണെങ്കിൽ റാങ്ക് കുറച്ച് കുറയും. 4 35, 3 28, 2 20, 1 10 അങ്ങനെ പ്രിഫറൻസ് നമ്പറും കൊടുക്കാൻ വേണ്ടി പറ്റും.